ഹായ് ഫ്രണ്ട്സ്, Newinfo യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ നിയമം 2022 ജാനുവരിയിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഡ്രൈവിംഗ് ലൈസൻസിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം വളരെ എളുപ്പത്തിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ RTO ഓഫീസിൽ പോയി നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു കാര്യവും ഇനി ഇല്ല. ഈ പുതിയ നിയമപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് RTOയിൽ പോകേണ്ട കാര്യമില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് RTO നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ടെസ്റ്റ് എടുക്കുന്നതിന് പോകേണ്ട കാര്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായി നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ മതിയാവും. അംഗീകൃത ഡ്രൈവിംഗ് സ്കൂളിൽ പോവുകയും അവർ നമുക്ക് ട്രെയിനിങ് തരികയും ചെയ്യും. ട്രെയിനിങ് പൂർത്തിയാവുന്ന സമയത്ത് അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് RTOയിൽ കൊടുത്താൽ മതിയാവും, നമുക്ക് ലൈസൻസ് കിട്ടും. എത്തരത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുക? 2 വീലർ, 3 വീലർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്ന സ്കൂളിന് മിനിമം 1 ഏക്കർ ഭൂമിയെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾസ് ആ സർട്ടിഫിക്കറ്റ് തരുന്ന സ്കൂളുകാർക്ക് മിനിമം 2 ഏക്കറോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ട്രെയിനിങ് തരുന്ന സ്കൂളിലെ ട്രെയിനർക്ക് 5 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം 12ാം ക്ലാസ്സും പാസ്സായിരിക്കണം. ട്രെയിനർക്ക് ട്രാഫിക് റൂൾസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കുന്ന ആളായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള കാലാവധി മാക്സിമം 4 ആഴ്ചയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ചേരുന്ന ഒരു വ്യക്തി കുറഞ്ഞത് 29 മണിക്കൂർ തിയറിയും പ്രാക്ടിക്കലും നേടിയിരിക്കും. അതോടൊപ്പം 21 മണിക്കൂർ ഡ്രൈവിങ്ങും ചെയ്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.